സ്വാഗതം പ്രിയരെ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ടാരോ റീഡ് കേൾക്കാൻ റെഡിയാണോ? ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ടാരോ റീഡ് എന്ന് പറയുന്നത്. എൻ്റെ വ്യക്തിബന്ധങ്ങൾ നല്ലതാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് മികച്ചതാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കാർഡിൽ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് താങ്കളാണ്, താങ്കളുടെ എനർജിയാണ്. അത് 2 കാർഡ് വന്നു, അതുകൊണ്ട് 2 കാർഡ് ഞാൻ വയ്ക്കുന്നു. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് താങ്കൾ പാർട്ട്ണർ അല്ലെങ്കിൽ താങ്കൾ ആരുമായിട്ടാണോ ബന്ധം ആഗ്രഹിക്കുന്നത്, വ്യക്തിബന്ധം, അവരുടെ കാർഡാണ്. ഇനി ഇതെങ്ങനെ നമുക്ക് എന്താ പറയുക മാച്ച് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ സിറ്റുവേഷൻ എന്താണ്, ഇതെങ്ങനെ മാച്ച് ചെയ്യുക എന്നുള്ളത് ഈ കാർഡ് നമുക്ക് പറയും. അപ്പോൾ എന്താണ് താങ്കളുടെ എനർജി എന്ന് ആദ്യം നോക്കിയിട്ട് തുടങ്ങാം. 2 കാർഡുകൾ വന്നതുകൊണ്ട് ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് വളരെ വിഷമിച്ചിരിക്കുന്ന 9 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. നമ്മളെ കൊത്തിപ്പറിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് പക്ഷികൾ നമ്മൾ ആകാശത്ത് കാണുന്നുണ്ട്. അപ്പോഴും നമ്മൾക്കൊരു വെള്ളപ്പക്ഷി നമ്മളെ സഹായിക്കാൻ വരുന്നുണ്ട്, പക്ഷേ വളരെയധികം നിരാശയിലിരിക്കുന്ന ഒരു കാർഡാണ്. 2 ജസ്റ്റിസ് എന്ന് പറയുന്ന കാർഡാണ്. നീതി കിട്ടാതിരിക്കുന്ന അവസ്ഥ. ഇതാണ് നിങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത്. വളരെ വേദനയുള്ളൊരു വ്യക്തിനെയാണ് ഞാൻ കാണുന്നത് അവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു നീതി കിട്ടിയിട്ടുമില്ല. ഇനി നമ്മൾ വ്യക്തിബന്ധം ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണ്, അദ്ദേഹത്തിൻ്റെ എനർജി എന്താണ് നമുക്ക് നോക്കാം. നമുക്ക് ഈ കാർഡ് കാണുമ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ആ വ്യക്തിയും ഒരു വിധത്തിൽ നിരാശനാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എന്തൊക്കെയോ പ്രതീക്ഷിച്ചിട്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള, പക്ഷേ ആ ഒരു ഉദ്ദേശ വളർച്ചയും നേട്ടം അദ്ദേഹത്തിന് കിട്ടിയിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൽ അദ്ദേഹം നിരാശനാണ്. അതായത് നമ്മൾ അന്വേഷിച്ചൊരു കാര്യത്തിന് പോവുകയും ചെയ്തു, ഉള്ളത് നഷ്ടപ്പെടുത്തി, അപ്പോൾ ഇത്തരത്തിലുള്ളത് കിട്ടിയുമില്ല, കഷ്ടത്തിലുള്ളത് പോവുകയും ചെയ്തു എന്നൊരവസ്ഥയിലാണ് വ്യക്തി ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ വ്യക്തിയുമായിട്ട് നമുക്ക് എങ്ങനെ ഒരു ബന്ധം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ കാർഡ് പറയുന്നത്. എന്താണ് ഈ കാർഡ് എന്ന് നോക്കട്ടെ. ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ്, നമ്മൾ നേരത്തെ ഒരു സ്ത്രീനെ പക്ഷികൾ കുത്തിപ്പറിക്കുന്നതിന് കണ്ടെങ്കിൽ ഇവിടെ വളരെ പവർഫുള്ളായിട്ടിരിക്കുന്ന ഒരു സ്ത്രീനെയാണ് കാണുന്നത്, മുന്നോട്ട് പോകുന്നൊരു സ്ത്രീനെയാണ് കാണുന്നത്. അപ്പോൾ ഈ കാർഡ് നമ്മളോട് പറയുന്നത് നമ്മുടെ വ്യക്തിത്വം ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്നുള്ളതാണ്. കാരണം നമ്മുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തി നമ്മൾ ഡെസ്പറേറ്റ് ആകുമ്പോഴാണ് നമ്മുടെ വില നഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ക്വീനിൻ്റെ എനർജിയാണ് വേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അവസ്ഥ ഇത് മനസ്സിലാക്കണം, നിലമറന്ന് ഇതാക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് സ്വന്തം ഒരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം ഇമ്പ്രൂവ് ആവും. കാരണം എപ്പോഴും ഐഡൻറ്റിറ്റി ഉള്ളൊരു വ്യക്തിനെയാണ് മറ്റൊരാൾ ബഹുമാനിക്കുന്നത്. അപ്പോൾ ഐ വിഷ് യു എ ഗുഡ് ഡേ, എ പവർഫുൾ ഡേ, എ ഫുൾഫിൽഡ് ഡേ. നമുക്ക് വൈകുന്നേരം കാണാം. ഗുഡ് ഡേ.